A very good morning, my dears. How are you? Yes, my fourth standard students are always happy, I hope. Today, we are going to discuss the activities. So, this is our activity time. അപ്പോൾ നമ്മളിന്ന് ക്ലാസ് ടൈം കഴിഞ്ഞല്ലേ ക്ലാസ് നമ്മൾ എടുത്തു നമ്മളെ പോയം വേക്കപ്പ് എന്നുള്ള ബ്യൂട്ടിഫുൾ പോയം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇല്ലേ കംപ്ലീറ്റ് ചെയ്തില്ലേ നമ്മൾ ന്യൂ വേർഡ്സ് പഠിച്ചു ഇനി നെക്സ്റ്റ് ഇസ് activities. So, this is our activity time. Okay, listen. Reading is fun. Okay. Reading fun ആണ് ആണോ ആണ് ഡെയിലി വായിക്കുന്നവർക്ക് റീഡിങ് എന്താണ് ഫൺ ആണ് സോ യു ഹാവ് ടു റീഡ് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം ഡെയിലി വായിക്കണം ഓക്കെ എല്ലാവരും വായിക്കണം കേട്ടോ യു ഹാവ് ടു റീഡ് യുവർ ബുക്സ് ടെക്സ്റ്റ് ബുക്ക് മാത്രമെന്നല്ല നിങ്ങൾക്ക് എന്തും വായിക്കാം നിങ്ങൾക്ക് വായിക്കാൻ അറിയാവുന്ന കുട്ടികളല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആർട്ടിക്കിൾ എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും അത് വായിക്കാൻ ശ്രമിക്കുക ഡെയിലി ഉറപ്പായിട്ടും ഡെയിലി ബേസിൽ എന്ത് ചെയ്യണം വായിച്ചിരിക്കണം ഓക്കെ സോ റീഡിങ് ഇസ് ഫൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു തിങ്ക് ബേർഡ്സ് സേ ടു ഈച്ച് അതർ ഇൻ ദ മോർണിംഗ് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ബേർഡ്സ് പരസ്പരം എന്തായിരിക്കും രാവിലെ പറയുക ബേർഡ്സ് ഒക്കെ രാവിലെ എഴുന്നേൽക്കും എന്ന് പറഞ്ഞു അവരെന്തായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്തായിരിക്കും പറയാം ഓക്കെ മിസ് അങ്ങനെ ഒരു ഐഡിയ തരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് നിങ്ങൾക്ക് എഴുതാം ബേർഡ്സ് തമ്മിൽ പരസ്പരം എന്തായിരിക്കും പറയുന്നത് എന്നുള്ളത് ദെൻ ഹൂ ആർ ഓൾറെഡി അവേക്ക് അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൂ ആർ ഓൾറെഡി അവേക്ക് ആരൊക്കെയാണ് നേരത്തെ എഴുന്നേറ്റേക്കുന്നത് ആരൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് കൊച്ചെണീക്കുന്നതിന് മുന്നേ ആരൊക്കെയാണ് എഴുന്നേൽക്കുന്നതെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ പറഞ്ഞിട്ടുണ്ട് പോയത്തിലുണ്ട് പിന്നെ മിസ്സ് കഴിഞ്ഞ ക്ലാസ്സിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അത് ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചവരെന്ന് മിസ്സ് പറയുന്നില്ല എല്ലാവർക്കും എന്ത് ചെയ്യും എഴുതാൻ പറ്റും അതിൻ്റെ ആൻസർ ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ക്രീച്ചേഴ്സ് വേക്കപ്പ് ഇൻ ദ മോർണിംഗ് ബിഫോർ ദ ചൈൽഡ് ഡെസ് ഇതും സെയിം ആൻസർ തന്നെയാണ് എന്താ വിച്ച് ക്രീച്ചേഴ്സ് ഏതൊക്കെ ജീവികളാണ് കുട്ടി എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേൽറ്റത് ഏതൊക്കെ ജീവികളാണെന്നതേ നല്ല ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് മിസ്സ് ഫോട്ടോ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് എഴുതുക ദെൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ടങ് ട്വിസ്റ്റർ ഉണ്ട് ടങ് ട്വിസ്റ്റർ എന്ന് വെച്ചാൽ എന്താ ടങ് ട്വിസ്റ്റർ ടങ്ക് എന്ന് വെച്ചാൽ എന്താ ടങ്ക് എന്ന് വെച്ചാൽ എന്താ ടങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാവ് അതിനാണ് എന്ത് പറയുക ടങ്ക് എന്ന് പറയാം അപ്പോൾ ടങ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ നാക്കിങ്ങനെ കുഴയ്ക്കുന്ന കുറച്ച് സംഭവങ്ങൾ അതാണ് ടങ് ട്വിസ്റ്റർ എന്ന് പറയാം നമ്മുടെ മലയാളത്തിൽ ഒത്തിരി ഉണ്ട് ടങ് ട്വിസ്റ്റേഴ്സ് ചിലർ അത് പറയാൻ ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ എന്ത് ഡിഫിക്കൾട്ടായിട്ടുള്ളത് കൊടുത്താലും എന്ത് ചെയ്യും അവരിങ്ങനെ സ്പീഡിൽ പറയും പക്ഷെ ചിലർക്ക് ഇങ്ങനെ നാക്കിങ്ങനെ കിടന്ന് ഉളുക്കും അപ്പോൾ നമ്മൾ വേറെ വേർഡ്സ് ആയിരിക്കും പറയാം അങ്ങനെ കുറേ ടങ് ട്വിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് അപ്പോൾ ഒരു ടങ് ട്വിസ്റ്റർ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 4 ടങ് ട്വിസ്റ്റർ മിസ് ഒരു പ്രാവശ്യം നോക്കി വായിക്കാം ബെറ്റി ബോട്ട് എ ബിറ്റ് ഓഫ് ബട്ടർ ബട്ട് ദ ബിറ്റ് ഓഫ് ബട്ടർ ദാറ്റ് ബെറ്റി ബോട്ട് വാസ് ബിറ്റർ സോ ബെറ്റി ബോട്ട് സം ബെറ്റർ ബട്ടർ ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ എന്തെങ്കിലും മനസ്സിലായോ എന്താ മിസ് എന്താ ഇറ്റ ബെറ്റ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്താണത് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണോ ഇതൊരു ടങ് ട്വിസ്റ്റർ ആണ് ഇംഗ്ലീഷിലെ കുറച്ച് വേർഡ്സ് ചേർത്തിട്ട് ഒരേപോലെ ഇരിക്കുന്ന സിമിലർ ആയിട്ടിരിക്കുന്ന കുറേ വേർഡ്സ് ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നല്ലൊരു ടങ് ട്വിസ്റ്റർ ആണ് ശരിക്കും നാക്ക് ഇങ്ങനെ നമ്മളത് ട്വിസ്റ്റ് ചെയ്യും അപ്പോൾ ഇതാണ് സംഭവം ബെറ്റി ബോട്ട് എ ബിറ്റ് ഓഫ് ബട്ടർ ബട്ട് ദ ബിറ്റ് ഓഫ് ബട്ടർ ദാറ്റ് ബെറ്റി ബോട്ട് വാസ് ബിറ്റർ സോ ബെറ്റി ബോട്ട് സം ബെറ്റർ ബട്ടർ ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ ഓക്കെ ഇത് വായിച്ചിട്ടൊന്നും ശരിക്കും ചിരി വരുന്നത് അല്ലേ ഇത് ചുമ്മാ കുറച്ച് വേർഡ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുമല്ല കേട്ടോ ഇതിനൊരു നല്ല മീനിങ് ഉണ്ട് മീനിങ് ഉള്ളൊരു ടങ് ട്വിസ്റ്റർ ആണ് എന്താ മീനിങ് എന്നറിയോ ബെറ്റി ബോട്ട് എ ബിറ്റ് ഓഫ് ബട്ടർ ബെറ്റി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിൻ്റെ പേരാണ് ബെറ്റി ബോട്ട് എ ബിറ്റ് ഓഫ് ബട്ടർ ബോട്ട് എന്ന് വെച്ചാൽ എന്താ വാങ്ങിക്കുക ബെറ്റി മേടിച്ചു എന്ത് എ ബിറ്റ് ഓഫ് ബട്ടർ കുറച്ച് ബട്ടർ മേടിച്ചു കുറച്ച് ബട്ടർ മേടിച്ചു ബട്ട് ദ ബിറ്റ് ഓഫ് ബട്ടർ ദാറ്റ് ബെറ്റി ബോട്ട് വാസ് ബിറ്റർ പക്ഷേ ഈ ബിറ്റ് ഓഫ് ബട്ടർ ബെറ്റി മേടിച്ചുണ്ടല്ലോ ദാറ്റ് ബെറ്റി ബോട്ട് ബെറ്റി മേടിച്ച ഈ ബട്ടർ എന്തായിരുന്നു കുറച്ച് ബിറ്റർ ആയിരുന്നു എന്തായിരുന്നു കയ്പായിരുന്നു
സോ ബെറ്റി ബോട്ട് സം ബെറ്റർ ബട്ടർ. അപ്പോൾ എന്ത് ചെയ്തു, അതുകൊണ്ട് ബെറ്റി എന്ത് ചെയ്തു, കുറച്ച് ബെറ്റർ ബട്ടർ മേടിച്ചു, കുറച്ച് നല്ല ബട്ടർ മേടിച്ചു. ടു മേക്ക് ദ ബിറ്റർ ബട്ടർ ബെറ്റർ. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ കയ്പുള്ള ബട്ടർ നല്ലതാക്കാൻ വേണ്ടിയിട്ട്, ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, നല്ലതാക്കാൻ വേണ്ടിയിട്ട് ബെറ്റി എന്ത് ചെയ്തു, കുറച്ചും കൂടെ നല്ല ബട്ടർ മേടിച്ചു. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയാം. പക്ഷെ ഇതിങ്ങനെ വായിക്കും അല്ലേ നമ്മൾ, പക്ഷെ ഭയങ്കര ഫണ്ണായിരിക്കും. Betty bought a bit of butter, but the bit of butter that Betty bought was bitter. So Betty bought some better butter to make the bitter butter better. അയ്യോ, ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞു കേൾക്കാൻ മിസ്സിന് ഭയങ്കര ആഗ്രഹം. എങ്ങനെയുണ്ടാവും നിങ്ങൾ പറഞ്ഞാൽ? നല്ല രസമുണ്ടാവും, നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് റീഡിങ് ഈസ് ഫൺ. സോ റീഡിങ് ഈസ് ഫൺ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതും കൂടെ ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് മിസ്സിന് വോയിസ് അയയ്ക്കുക. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കിട്ടിയപ്പോൾ ആർ യു ഹാപ്പി? എല്ലാവരും എന്ത് ചെയ്യണം, അപ്പോൾ വായിക്കണം. ഇത് നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം വായിക്കുക. വായിച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നോക്കി വായിച്ച് മിസ്സിന് വോയിസ് അയക്കാം. ഇല്ലാണ്ട് കാണാതെ വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ കാണാതെ വായിക്കാം. ഇനി നിങ്ങൾക്ക് വീഡിയോ അയക്കണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വായിക്കാം. കാണാതെ വായിക്കുന്നത് മിസ്സ് കാണണ്ടേ? എന്നാൽ പിന്നെ വീഡിയോ അയച്ചേക്കാന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ഡു ദാറ്റ്. ഐ വിൽ ബി വെരി ഹാപ്പി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയക്കാം. വോയിസ് അയക്കേണ്ടവർക്ക് വോയിസ് അയക്കാം, വീഡിയോ അയക്കേണ്ടവർക്ക് വീഡിയോ അയക്കാം. അപ്പോൾ മിസ് ഒന്നുകൂടെ നമുക്ക് ഈ ടങ് ട്വിസ്റ്റർ പറഞ്ഞ് നമുക്കങ്ങ് നിർത്തിയേക്കാം. Betty bought a bit of butter, but the bit of butter that Betty bought was bitter. So Betty bought some better butter to make the bitter butter better. ഞാൻ പറഞ്ഞല്ലേ? യെസ്. അപ്പോൾ എനിക്ക് പറ്റും, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും. സോ ഗോ ആൻഡ് ട്രൈ. എന്നിട്ട് മിസ്സിന് വോയിസ് അയക്കാം കേട്ടോ. മിസ് വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ ആൻസേഴ്സൊക്കെ സെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.